HSST Sociology, NET സെറ്റ് സോഷ്യോളജി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലേൺ വിത്ത് രജിത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC HSST സിലബസ് പ്രകാരമുള്ള മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ്സിലെ സൊസൈറ്റി ആൻഡ് ടൈപ്സ് ഓഫ് സൊസൈറ്റി എന്ന ഭാഗമാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സൊസൈറ്റി, വാട്ട് ഈസ് സൊസൈറ്റി. സൊസൈറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു സോഷ്യൽ ഗ്രൂപ്പിംഗ് ആണ്. സെയിം ജോഗ്രഫിക്കൽ ടെറിട്ടറിയും സെയിം പൊളിറ്റിക്കൽ അതോറിറ്റിയും ഡോമിനൻ്റ് കൾച്ചറൽ എക്സ്പെക്റ്റേഷനുമുള്ള ഒരു ലാർജ് സോഷ്യൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. എ സൊസൈറ്റി ഈസ് എ ലാർജ് സോഷ്യൽ ഗ്രൂപ്പിംഗ് ദാറ്റ് ഷെയർസ് the same geographical territory and subject to the same political authority and dominant cultural expectations. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പല സോഷ്യോളജിസ്റ്റും പലതരത്തിലുള്ള നിർവചനങ്ങളാണ് നൽകിയിരിക്കുന്നത്. മാക്കൈവറിൻ്റെയും പേജിൻ്റെയും നിർവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള PSC HSST സോഷ്യോളജി പരീക്ഷയിലും UGC NET എക്സാമിനും വളരെ അധികം തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന നിർവചനം ആരുടേതാണ് എന്ന് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതാണ്. മാക്കൈവറും പേജുമാണ് പറഞ്ഞത് സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിച്ച് ഈസ് എവർ ചേഞ്ചിങ് എന്ന്. സൊസൈറ്റി എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു വെബാണ്, അത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മാക്കൈവറും പേജും പറയുന്നത്. സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിച്ച് ഈസ് എവർ ചേഞ്ചിങ് അക്കോർഡിംഗ് ടു മാക്കൈവർ ആൻഡ് പേജ്. അടുത്ത നിർവചനം ജോൺ ജെ മാസിയോനിസിൻ്റെ ആണ്. ജോൺ ജെ മാസിയോനിസ് എന്താണ് പറയുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത് ജനങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ടെറിട്ടറിയുള്ള കൾച്ചർ ഷെയർ ചെയ്യുന്ന പ്രദേശമാണ് സൊസൈറ്റി എന്നാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് അവിടെ പീപ്പിൾ ഹു ഇൻട്രാക്ട് ചെയ്യുന്നു, അവിടെ ഒരു ഡിഫൈൻഡ് ടെറിട്ടറി ഉണ്ടാവും, അവർ കൾച്ചർ ഷെയർ ചെയ്യുന്നു എന്നാണ് ജോൺ ജെ മാസിയോനിസ് പറയുന്നത്. സൊസൈറ്റി റെഫേഴ്സ് ടു പീപ്പിൾ ഹു ഇൻട്രാക്ട് ഇൻ എ ഡിഫൈൻഡ് ടെറിട്ടറി ആൻഡ് ഷെയർ എ കൾച്ചർ അക്കോർഡിംഗ് ടു ജോൺ ജെ മാസിയോനിസ്. അടുത്തായിട്ട് നമ്മൾ ലിൻഡൻ്റെ ഡെഫിനിഷനാണ്. ലിൻഡൻ പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ആളുകൾ ജീവിക്കുകയും അവരൊന്നിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ്. അതായത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ ചിന്തിക്കുകയും ചെയ്യുന്നു, പരസ്പരം ചിന്തിക്കുകയും ചെയ്യുന്നു. സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സോഷ്യൽ യൂണിറ്റ് ആണെന്നാണ് ലിൻഡൻ പറയുന്നത്. Any group of people who have lived and worked together long enough to get themselves organized and to think themselves as a social unit with well-defined limits. സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പോപ്പുലേഷൻ. നമുക്കറിയാം സൊസൈറ്റി എന്ന് പറയുന്നത് അവിടെ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അത് സൊസൈറ്റി ആവത്തുള്ളൂ. അപ്പം സൊസൈറ്റി ഒരു ലാർജസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ലാർജസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പാണ്. പീപ്പിൾ ലിവിങ് ടുഗദർ, ആളുകൾ ഒത്തുചേർന്ന് താമസിക്കുന്നതാണ് പോപ്പുലേഷൻ എന്ന് പറയുക. ഒരു ഡെമോഗ്രാഫിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ ഒരു സൈസ് ഉണ്ടാവണം, ഒരു ഇത്ര നമ്പർ പോപ്പുലേഷൻ ഉണ്ടാവും. അതുപോലെ കോമ്പോസിഷൻ, ഡെൻസിറ്റി എന്ന് കൂടുതലാക്കുക, ഒരു പ്രത്യേക ചെറിയ പ്രദേശത്ത് കൂടുതൽ ആളുകൾ താമസിക്കുക. അപ്പം നമ്മളൊരു പ്രദേശത്തിൻ്റെ കണക്കെടുത്താൽ ആ പ്രദേശത്ത് എത്ര ജനങ്ങളുണ്ട് എന്നാണ് ഡെൻസിറ്റിയെ കാണിക്കുന്നത്, അല്ലെങ്കിൽ കോമ്പോസിഷൻ ഡെൻസിറ്റിയെ കാണിക്കുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിക് പ്രോപ്പർട്ടി ഓഫ് പോപ്പുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പോപ്പുലേഷൻ ഈസ് ദ ലാർജസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ടുഗദർ. ദ ഡെമോഗ്രാഫിക് പ്രോപ്പർട്ടീസ് ഓഫ് പോപ്പുലേഷൻ ഹാവ് ഡയറക്റ്റ്, ഡെമോൺസ്ട്രബിൾ ആൻഡ് ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ഫോർ ഹ്യൂമൻ സൊസൈറ്റീസ്. അടുത്ത മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സൊസൈറ്റിയിൽ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് റേഞ്ച് ഫ്രം സ്മോൾ ഫാമിലി യൂണിറ്റ്സ് ടു ഗെയിൻസ് കോർപ്പറേഷൻ വരെ ഉണ്ട്, അല്ലേ? ചെറിയ ഫാമിലി തൊട്ട് വലിയ കോർപ്പറേഷൻ വരെ വരുന്നതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഗ്രൂപ്പ് എന്ന് പറയുന്നത് റേഞ്ച് ഉണ്ടാവും, സ്മോൾ ഫാമിലി ആവും, ബിഗ് ഗ്രൂപ്പ് ആവാം. അപ്പോൾ ഗ്രൂപ്പിനൊരു റേഞ്ച് ഉണ്ടാവാം. അപ്പോൾ സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിത്തിൻ വൺ സൊസൈറ്റി ദി ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ്, പ്രൊഫഷൻ,
സെക്സ്, റിലീജിയൻ, ലിറ്ററസി എക്സെട്ര. നമ്മളൊരു സൊസൈറ്റി പറഞ്ഞാൽ ആ സൊസൈറ്റിയിൽ ധാരാളം സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് സബ് ഗ്രൂപ്പ്? ഇപ്പോൾ ഏജ് വെച്ചുകൊണ്ട്, ഓരോ പ്രായം വെച്ചുകൊണ്ട് ജനങ്ങളെ നമുക്ക് ഓരോ ഗ്രൂപ്പുകളാക്കി തിരിക്കാം. സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവാം, റിലീജിയൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവാം, ലിറ്ററസിയുടെ അടിസ്ഥാനത്തിലുണ്ടാവാം, ലിറ്ററേറ്റ് ഓർ ഇല്ലിറ്ററേറ്റ് ഉണ്ടാവാം, പ്രൊഫഷൻ ഓരോ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവാം. ഇങ്ങനെ ഏജ്, പ്രൊഫഷൻ, സെക്സ്, റിലീജിയൻ, ലിറ്ററസി തുടങ്ങിയുള്ള കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പോപ്പുലേഷനെ കാറ്റഗറൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എല്ലാ പോപ്പുലേഷനിലും അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയിലും ദർ ഷുഡ് ബി എ സബ് ഗ്രൂപ്പ് ഉണ്ടാവും. സോ സബ് ഗ്രൂപ്പ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് എ ലാർജ് ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു വലിയ ലാർജ് ഗ്രൂപ്പിനെ നമ്മൾ എടുത്താൽ ആ ലാർജ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ്സ് ആണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലാർജ് ഗ്രൂപ്പാണ് അല്ലേ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലാർജ് ഗ്രൂപ്പാണ്. സോ അവിടെ എന്തുണ്ടാവും? സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. പ്രൊഫഷണൽ ഏജ്, പ്രൊഫഷൻ, സെക്സ്, റിലീജിയൻ, ലിറ്ററസി എക്സെട്ര ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവാം? സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവാം. പിന്നെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ് സൊസൈറ്റി. നോ ഇൻഡിവിജ്വലി സെൽഫ് സഫിഷ്യൻറ്റ്. ഒരു വ്യക്തിക്ക് തനിച്ച് താമസിക്കാൻ പറ്റില്ല അല്ലേ. എല്ലാവരും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം ആഹാരത്തിന് വേണ്ടി, താമസത്തിന് വേണ്ടി, സെക്യൂരിറ്റിക്ക് വേണ്ടി, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം മനുഷ്യൻ മറ്റൊരാളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സോ ജനങ്ങൾ തമ്മിലൊരു ഇൻ്റർ ഡിപ്പെൻഡൻസ്. സൊസൈറ്റിക്ക് ഒരു സൊസൈറ്റിക്ക് തനിച്ച് ജീവിക്കാൻ പറ്റില്ല. സൊസൈറ്റിക്ക് മറ്റുമായിട്ട് എന്ത് ചെയ്യണം? ഇൻ്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അതാണ് ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഒരിക്കലും സെൽഫ് സഫിഷ്യൻ്റ് അല്ല, പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. സോ ദർ ഈസ് ആൻ ഇൻ്റർ ഡിപ്പെൻഡൻസ്. അപ്പോൾ സൊസൈറ്റിക്കുള്ളിൽ തന്നെ എന്തുണ്ടാവാം? ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. പോപ്പുലേഷൻ, ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിൽ, സബ് ഗ്രൂപ്പുകൾ തമ്മിൽ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാവും. No individual is self-sufficient. He has to depend on others for food, shelter and security and for the fulfillment of many of his needs and necessities. അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ മെയിൻ ഓർഗനാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, ഇൻ്റഗ്രേറ്റഡ് ആണ്. സോഷ്യൽ നോംസ് ഫോം ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ആണ്, ഓർഗനൈസ്ഡ് ആണ്. സൊസൈറ്റിയിൽ വാല്യൂ പ്രിസർവ് ചെയ്യുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ വാല്യൂ പ്രിസർവ് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ നോംസ് ഉള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുക? ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് ഒരു സൊസൈറ്റിയിൽ എപ്പോഴും ഉണ്ടാവണം അല്ലേ. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും സൊസൈറ്റിയിൽ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അങ്ങനെ ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് അത് സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. അപ്പം സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ വേണമെങ്കിൽ ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. എക്സാമ്പിൾ പറഞ്ഞാൽ ഫാമിലി, എഡ്യൂക്കേഷൻ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയൻ, ഇതെല്ലാം എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ ഫാമിലിയും എഡ്യൂക്കേഷനും എക്കണോമിക്കും പൊളിറ്റിക്കലും റിലീജിയനും തമ്മിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ദാറ്റ് ക്രിയേറ്റ് ദ സൊസൈറ്റിയുടെ സ്ട്രക്ചർ, ദാറ്റ് ക്രിയേറ്റ് ദ സ്ട്രക്ചർ ഫോർ സൊസൈറ്റി എന്ന് പറയാം. The social institutions are the main organs of the society. A social institution is a complex, integrated set of social norms organized around the preservation of a basic societal value. The interrelationship among institutions create structure for the society. The family, education, economic and political and religion are the social institutions. അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൾച്ചർ. നമുക്കറിയാം സൊസൈറ്റിക്ക് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് വേണ്ട ഒരു കാര്യമാണ് സൊസൈറ്റി. കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റി എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? സർവൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ കൾച്ചർ ഈസ് ദ ഫണ്ടമെൻ്റൽ ഫോർ ദ സർവൈവൽ ഓഫ് സൊസൈറ്റി എന്നാണ് പറയുക. കൾച്ചറിനെ നമ്മൾ വളരെ ബ്രോഡ് സെൻസിലാണ് പലപ്പോഴും പറയുക. അതായത് കൾച്ചർ എന്ന് പറയുന്നത് ജനങ്ങളുടെ വാക്സ് ഓഫ് ലിവിങ്, മോഡ്സ് ഓഫ് ബിഹേവിയർ, ഫിലോസഫി, എത്തിക്സ്, മോറൽസ്, മാനേഴ്സ്, റിലീജിയൻ, പൊളിറ്റിക്സ്, എക്കണോമിക്, അവരുടെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി, ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് കൾച്ചർ എന്ന് പറയുക. സോ കൾച്ചർ ഈസ് എ വെരി ബ്രോഡ് ടേം ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഇറ്റ്സെൽഫ് ഓൾ വർക്ക്സ് ഓഫ് ലൈഫ്, മോഡ്സ് ഓഫ് ബിഹേവിയർ, ഫിലോസഫീസ് ആൻഡ് എത്തിക്സ്, മോറൽസ് ആൻഡ് മാനേഴ്സ്, റിലീജിയസ്, പൊളിറ്റിക്കൽ, economical and other types of activity. Next is socialization. Socialization is the another characteristics or components of society. സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യലൈസേഷൻ. എല്ലാ സൊസൈറ്റിയിലും സോഷ്യലൈസേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു സൊസൈറ്റി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു,
ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അയാൾ പഠിക്കുന്നത് സോഷ്യലൈസേഷനിലൂടെയാണ് അല്ലേ. സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കുന്നത് സോഷ്യലൈസേഷനിലൂടെയാണ്. ദ ഇൻഡിവിജ്വൽ ലേൺസ് ടു ബിക്കം എ ഫങ്ഷനിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പർ ഓഫ് സൊസൈറ്റി ഓർ ഗ്രൂപ്പ് ത്രൂ ദ സോഷ്യലൈസേഷൻ. അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഒരു വ്യക്തി ഒരു സൊസൈറ്റിയുടെ പാർട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഒരു സൊസൈറ്റിയുടെ ഫങ്ഷനെക്കുറിച്ച് പഠിക്കുന്ന പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. ഒരു വ്യക്തി സമൂഹം എന്താണ്, സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു, സമൂഹത്തിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് പഠിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു സൊസൈറ്റിയുടെ ഭാഗമാകുന്ന പ്രോസസ്സാണ്. പാർട്ടിസിപ്പേറ്റിംഗ് മെമ്പർ ഓഫ് ഫോർ സൊസൈറ്റി ഓഫ് ദി സൊസൈറ്റി ഈസ് നോൺ ആസ് സോഷ്യലൈസേഷൻ. സൊസൈറ്റിക്ക് എപ്പോഴും ഒരു പെർമനൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. പെർമനൻസി നോട്ട് എ ടെമ്പററി ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ല. അപ്പോൾ ആളുകൾ ജനങ്ങൾ കുറച്ചു കാലം കൂടിയിരുന്നാൽ അതിനെ ഒരിക്കലും സൊസൈറ്റി എന്ന് പറയാൻ പറ്റില്ല. സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പെർമനൻസി ഉണ്ടാവും. അതായത് സൊസൈറ്റി കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ ഡെത്ത് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഒരു സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് മരിച്ചു പോയാലും ആ സൊസൈറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സൊസൈറ്റി ഒരു കൊഹറൻ്റ് ഓർഗനൈസേഷനാണ്. സൊസൈറ്റി ഒരിക്കലും നോട്ട് എക്സിസ്റ്റ് അല്ല, സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, എന്നും നിലനിൽക്കുന്നതാണ് സൊസൈറ്റി. അവിടുത്തെ ജനങ്ങൾ മരിച്ചു പോയാൽ ആ സൊസൈറ്റി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് സൊസൈറ്റിക്ക് ഒരു പെർമനൻസി ഉണ്ടാവും. സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് ഗ്രൂപ്പാണ്. പെർമനൻസി ഈസ് നോട്ട് എ ടെമ്പററി ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. പെർമനൻസി ഈസ് ദ പെർമനൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലേ. സൊസൈറ്റി കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. സോ സൊസൈറ്റി ഈസ് എ കഹറൻറ്റ് ഓർഗനൈസേഷൻ. സൊസൈറ്റിയുടെ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സൊസൈറ്റി ഒരിക്കലും ഒരു സ്റ്റാറ്റിക് അല്ല, എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നതല്ല. സൊസൈറ്റിയിൽ എപ്പോഴും ചേഞ്ചസ് ഉണ്ടാകും. സോ സൊസൈറ്റി ഈസ് ഡൈനാമിക്കാണ്. അപ്പോൾ എവറി സൊസൈറ്റി ഈസ് ചേഞ്ച്ഡ് ഇൻ ത്രൂ കണ്ടിന്യൂസ്ലി എന്ന് പറയും. എല്ലാ സൊസൈറ്റിയും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഓൾഡ് കസ്റ്റംസ്, ഓൾഡ് ട്രഡീഷൻസ്, ഓൾഡ് വാല്യൂസ്, ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ന്യൂ കസ്റ്റംസ്, ന്യൂ വാല്യൂസ്, ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സൊസൈറ്റിയിൽ അല്ലേ. ഒരു സൊസൈറ്റിയും സ്റ്റാറ്റിക് അല്ല, എല്ലാ സൊസൈറ്റിയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാര്യങ്ങൾ മാറി പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൊസൈറ്റി ഒരു ഡൈനാമിക് ആണെന്ന് പറയും. അപ്പോൾ ഡൈനാമിസം മീൻസ് നോ സൊസൈറ്റി ഈസ് സ്റ്റാറ്റിക്, എവറി സൊസൈറ്റി ചേഞ്ചസ് ആൻഡ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ഓൾഡ് കസ്റ്റംസ്, ട്രഡീഷൻസ്, ഫോക്ക്വേസ്, മോർ വാല്യൂസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗോട്ട് ചേഞ്ച്ഡ് ആൻഡ് ന്യൂ കസ്റ്റംസ് ആൻഡ് വാല്യൂസ് ടേക്ക് പ്ലേസ്. Then another characteristics is rural urban composition. നമുക്കറിയാം ഹ്യൂമൻ സൊസൈറ്റിയിൽ അറ്റ്ലീസ്റ്റ് 2 ആസ്പെക്ട്സ് ആണുള്ളത്, റൂറൽ ആൻഡ് അർബൻ. ഹ്യൂമൻ സൊസൈറ്റിയെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം, റൂറൽ സൊസൈറ്റി എന്നും അർബൻ സൊസൈറ്റി എന്നും. അപ്പോൾ ഈ റൂറൽ അർബൻ കോമ്പോസിഷനാണ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ്. റൂറൽ എന്ന് പറയുന്ന സിമ്പിൾ കൾച്ചറുള്ള ജനങ്ങളാണ്. സെപ്പറേറ്റ്ലി റിസൈഡിങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ with simple culture. People living with a simple culture is known as rural. And urban means people living with complex culture. ഒരു കോംപ്ലക്സ് കൾച്ചറുള്ള ഒരു ഗ്രൂപ്പാണ് അർബൻ എന്ന് പറയുന്നത്. സിമ്പിൾ കൾച്ചറുള്ള ഗ്രൂപ്പാണ് റൂറൽ എന്ന് പറയുന്നത്. റൂറലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പേഴ്സ്ലി റിസൈഡിങ് ആണ്. അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത് അല്ലേ. എന്നാൽ അർബൻ എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററായിട്ടാണ് ജീവിക്കുക, ഒരു ക്ലസ്റ്ററായിട്ടാണ് അർബൻ ജീവിക്കുക. അതാണ് ആ പ്രത്യേകത ഓർത്ത് വെക്കുക. അപ്പം കോംപ്ലക്സ് കൾച്ചറാണ് അർബൻ്റേത്, റൂറലിൻ്റേത് സിമ്പിൾ കൾച്ചറാണ്. സോ ദർ ആർ rural urban composition is the major characteristics of